രാജ്യത്തെ പരമോന്നത നീതിന്യായ സംവിധാനത്തിലും അവസര സമത്വം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടൊരു സ്വകാര്യ ബിൽ കൊണ്ടുവന്നിരിക്കുന്നു. DMKയുടെ രാജ്യസഭാ MP പി വിൽസനാണ് ബിൽ അവതരിപ്പിച്ചത്. ജുഡീഷ്യറിയിൽ വിവിധ മത, ജാതി, ലിംഗ വിഭാഗങ്ങൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കുന്നതിനും സുപ്രീംകോടതിയുടെ പ്രാദേശിക ബെഞ്ചുകൾ സ്ഥാപിക്കുന്നതിനുമായി ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെടുന്നതാണ് ഈ ബിൽ. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യൻ കോടതികളിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തുല്യ അവസരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് DMK നേതാവും രാജ്യസഭാ MPയുമായ പി വിൽസൺ. ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ നിലവിലെ കൊളീജിയം സംവിധാനം പ്രാധാന്യം നൽകുമ്പോഴും രാജ്യത്തെ സാമൂഹിക വൈവിധ്യം ആ പ്രക്രിയയിൽ പ്രതിഫലിക്കുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം 2018-നും 2024-നും ഇടയിൽ ഉന്നത ജുഡീഷ്യറിലേക്ക് നിയമിതരായ ജഡ്ജിമാരിൽ ഏകദേശം 20% പേർ മാത്രമാണ് SC, ST, OBC വിഭാഗങ്ങളിൽ നിന്നുള്ളവർ. സ്ത്രീകളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും കാര്യം പരിശോധിച്ചാലും യഥാക്രമം 15%, 5% എന്നിങ്ങനെയാണ് കണക്കുകൾ. അത്തരമൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ SC, ST, OBC, മതന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവർക്ക് ജനസംഖ്യാനുപാതത്തിൽ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നാണ് സ്വകാര്യ ബിൽ ആവശ്യപ്പെടുന്നത്. കൂടാതെ കൊളീജിയത്തിന്റെ ശുപാർശകൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ മറുപടി പരമാവധി 90 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന സമയപരിധിയും ഈ ബിൽ നിഷ്കർഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡൽഹിയിലാണ് സുപ്രീം കോടതി ഉള്ളത്. അതിനാൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള സാധാരണക്കാർക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും ഉയർന്ന രൂപമായ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സുപ്രീം കോടതിയുടെ പ്രാദേശിക ബെഞ്ചുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഭരണഘടനാ പ്രാധാന്യമുള്ള കേസുകളിലൊഴികെ പ്രാദേശിക ബെഞ്ചുകൾക്ക് സുപ്രീം കോടതിയുടെ പൂർണ്ണ അധികാരപരിധി വിനിയോഗിക്കാനും കഴിയണമെന്നും ബില്ല് നിർദ്ദേശിക്കുന്നു. അങ്ങനെയുണ്ടായാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും സുപ്രീം കോടതി എന്നതൊരു വിദൂര പ്രതീക്ഷയല്ലാതായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്. കേസുകൾ പല പ്രാദേശിക ബെഞ്ചുകളിലേക്ക് എത്തുന്നത് കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ജുഡീഷ്യറിയെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് കൊളീജിയം എന്ന പ്രക്രിയ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സുപ്രീം കോടതിയിലേക്കുള്ള നിയമനങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 4 മുതിർന്ന ജഡ്ജിമാരും ഹൈക്കോടതികളിലേക്കുള്ള നിയമനങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 2 മുതിർന്ന ജഡ്ജിമാരും ഉൾപ്പെടുന്നതാണ് കൊളീജിയം. ഉന്നത നീതിന്യായ കോടതികളിലേക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശം കൊളീജിയം കേന്ദ്ര സർക്കാരിന് ശുപാർശയായി അയക്കും. എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കേന്ദ്രത്തിന് ശുപാർശ തിരികെ അയക്കാം. എന്നാൽ അതേ ശുപാർശ വീണ്ടും കൊളീജിയം തിരിച്ചയച്ചാൽ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. പക്ഷേ അവിടെയും സുതാര്യത, നെപ്പോട്ടിസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സുപ്രീം കോടതികളിലേക്കുള്ള നിയമനങ്ങളിൽ സിറ്റിംഗ് ജഡ്ജിമാരുടെ ബന്ധുക്കൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നതായി ആരോപണങ്ങൾ പലതവണ ഉയർന്നിരുന്നു. അതിനാൽ തന്നെ പുതിയ സ്വകാര്യ ബിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾക്ക് കൂടുതൽ പ്രസക്തി അർഹിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.